ഓക്കെ, നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് നമുക്കൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിക്ക് പുറത്ത് പോയിട്ടുണ്ട്, വിൽക്കാനെ കൊണ്ട് പോർട്രേറ്റ് പോലെ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പിക്ക് ഉള്ളിൽ പോയിട്ടുണ്ട് സംഭവം. നമുക്ക് ഉള്ളിൽ പോയി വെക്കാം, എന്താവുന്നൊന്നും എനിക്കറിയില്ല. പോയി നോക്കാം. ഗൈസ്, നമുക്ക് വല്ല പോയി നോക്കാം. മനസ്സിലിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. പോയി നോക്കാം. വീട്ടിലോട്ട് പോവാണ്. ഗൈസ്, എന്താണ് മനസ്സിലായിട്ട് പെട്ടെന്ന് സർപ്രൈസ് ഇന്നലെ വിളിച്ചില്ല. അവനെ വിളിക്കാൻ പോയി. നല്ല സർപ്രൈസ് എന്തായാലും. ഇന്നലെ വരാനില്ലേ? ഇന്നലെ വരാൻ പറ്റണ്ടേ? ഗൈസ്, ഇപ്പൊ വരുന്നുണ്ട് സർപ്രൈസ് ആണ്. കുടിച്ചിട്ട് വരുന്നുണ്ട്. അവിടെ അല്ല, ഇവിടെ. അസ്സലാമലൈക്കും. വിളിക്കാൻ വന്നു. ഇപ്പൊ പുറത്തുമായിട്ട് നോക്കണത്. ആർക്കും അറിയില്ല. നല്ല ഉറക്കായിരുന്നു തോന്നുന്നില്ലേ? കോയമ്പത്തൂര്. സെയിം ടൈം, സെയിം ഇതിൽ തന്നെ. അതില് ടോളിന്റെ ഇത് കമ്മിയായിരുന്നല്ലോ. അപ്പൊ ഈ പറയാനില്ലേ? അപ്പൊ നീ കിട്ടാൻ പറഞ്ഞ അപ്പൊ കഴിച്ച് നമ്മള് സർപ്രൈസ് കൊടുത്തു. ഇപ്പൊ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷാളോട്ടോളി പറയേ, എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് സർപ്രൈസ്? ഇമ്മ വീഡിയോ കാണുമ്പോ ഓടുകയാണ് കഴിച്ച്. അപ്പൊ എല്ലാവരും ഇതായി, നമ്മുടെ വ്ളോഗ് സക്സസ് ആയി വിചാരിക്കുന്നു. ബാക്കിയുള്ളവന്റെ സർപ്രൈസും ഇതിലെല്ലാം വരും. ഈ വീഡിയോ മൊത്തം കംപ്ലീറ്റ് സർപ്രൈസ് ആണ്. അപ്പോൾ അടുത്ത ഇതിൽ കാണാം. അസ്സലാമലൈക്കും. ടാറ്റുമണി കടക്കൂത്തി
শোনা শোনা বিড়ি শোনা শোনা എന്താണ് ഇതെന്താണ് ഷെയ്ക്കിള് ഷെയ്ക്കിള് എവിടുന്നാണ് ഷെയ്ക്കിള് ഷെയ്ക്കിള് എവിടുന്ന കിട്ടിയത് ഷെയ്ക്കിള് എവിടുന്നാണ് പൊന്നങ്ങടെ പോണേട് ചെച്ചങ്ങടെ പോയേട് ടെട്ട് ഇങ്ങടെ പോയിട്ട് വാ താട്ട് പോവാ നമ്മളങ്ങനെ പറക്കുക ഗൈസ്. അപ്പോൾ പകൽ പോയി രാത്രിയായി ഞങ്ങൾ വന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങി കുറച്ച് നേരം. ഇനി ഞങ്ങൾ മമ്മീൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം മമ്മി ഇങ്ങനെ സർപ്രൈസ് ആവുമെന്ന് അറിയില്ല. ഇക്കിമ്മൊക്കെ മുകളിൽ പോയിട്ടുണ്ട്. പിന്നെ സാർ യു എക്സൈറ്റഡ്? ഒരു പുള്ളി പോട്ടെ. ഇവനാണ് ഇപ്പൊ പോവാന്ന് പറഞ്ഞു ഗൈസ്. ഇവനാണ് പൊളിച്ചത്. ഗൈസ് ഇജാസ് എല്ലാം പൊളിച്ചു. വാ നമുക്കിത് മുട്ട വേണോ? കുനാഫ പിസ്താച്ചു കുനാഫ മമ്മിക്ക് മമ്മിക്ക് ബാഗിൻ്റെ ആള്. ഇതെന്തത്? അത് തീർത്തോ. ഞങ്ങള് രാവിലെ 7 മണി 6 മണി ആകുമ്പോ അല്ലേ? എനിക്ക് ശരിക്ക് പിന്നെ ഞാൻ നിസ്കരിക്കാൻ വാതിലും തുറക്കുമ്പോട്ട് അപ്പൊ ഞാൻ വാതിൽ തുറക്കുമ്പോ രാത്രി വന്ന് കയറുന്നതല്ലേ വാതിൽ തുറന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഓണപരിപാടി ഇന്നലത്തെ? ഞങ്ങള് വരാണ്ട് ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പിടിച്ചോ പേര് പറഞ്ഞോക്ക്. ഇത് പേടിക്കണേ. ആരാണ്? എന്തൊക്കെയാണ്? എവിടുന്നാ വരുന്നത്? എത്ര പേരല്ല പഠിക്കണത്? എത്രാം ക്ലാസ്സിലാണ്? എന്തൊക്കെ എല്ലാം പറയണോ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കൊടുക്ക് ബ്ലോഗർക്ക്. നിന്നെ അറിയണ്ട എല്ലാവർക്കും. ഞാൻ അസാം ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നു, 8ാം ക്ലാസ് പഠിക്കുന്നു എന്നൊക്കെ പറ. ഏട്ടായിരുന്നു ഓണപ്പരിപാടി? ആരൊക്കെ വന്നു? എത്ര പേരുണ്ടായിരുന്നു? 30 പേരുണ്ടായിരുന്നു. എത്ര കൂട്ടുകളുണ്ടായിരുന്നു ഓണസദ്യയില്?
പേരറിയോ എന്തിനാ കഴിച്ച സാധനത്തിൻ്റെ ഒക്കെ? ഒന്നും അറിയില്ല. അച്ചാറ് പിച്ചാറ് അല്ല അച്ചാറ് ഉപ്പേരി പപ്പടം നാരങ്ങച്ചാറ് അങ്ങനെ എത്ര ഡിഷുകളുണ്ടായിരുന്നു. എന്തത് മധുരോ? ബിസ്മില്ലാ. എനിക്ക് ചെറിയതുള്ളൂ, ഞാൻ മധുരത്തിന് അങ്ങനെ ആളല്ല. ആ മതി. തോൽപ്പുപൊടി പറ. ഒരു 10 ഉപ്പേരി ഇന്നലെ കഴിച്ച ഉപ്പേരിന്റെ പേര് പറ. ഇന്നലെ സദ്യ കഴിച്ചില്ലേ? എന്നിട്ട് ഓണ ഡ്രസ്സ് ഇട്ടു, പൂക്കളിട്ടു, ഫോട്ടോ എടുത്തു. ഇന്നലെ കഴിച്ച സദ്യന്റെ ഒരു 10 എണ്ണത്തിന്റെ പേര് പറ. 10 എണ്ണത്തിന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പോഴേ നീ ഓണം കറക്റ്റായിട്ട് ആഘോഷിച്ചുള്ളത്. ആ ആ ആ ആ വേലുപ്പേനല്ലേ പാസ്തേ. അങ്ങോട്ടും പോട്ടെ, ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യണ്ടേ? ഇതൊക്കെ ആൾക്കാർ കാണും ടാസാ. ഈ സദ്യ കഴിച്ചിട്ട് നിങ്ങൾ സ്കൂളിലുള്ളവരൊക്കെ കാണും, ഈ ലോകമുള്ളവരൊക്കെ കാണുന്ന വ്ളോഗാണ്. 2-5 എണ്ണത്തിന്റെ പേരെങ്ങനെ പറഞ്ഞു വേഗം, അല്ലെങ്കിൽ പെടും. ബീട്രൂട്ട് പൈസോ? ആ ബീട്രൂട്ട് പച്ചടിയായി, അവിയലായി, 2 എണ്ണമായി. ഇനി 3 എണ്ണം കൂടി. ആ നീ ചിപ്സ് ഉപ്പൊന്നും പറയാൻ പാടില്ല. ആ എന്താ അതും പി തന്നെയാണ്. പിച്ചടിയോ? പൈനാപ്പിൾ പിച്ചടി അത് ഏത് ഡിഷാണ്? പൈനാപ്പിൾ പച്ചടി. ഓക്കെ 3 എണ്ണമായി. ഇത് 2 എണ്ണം കൂടി. ഇതേതല്ലേ? കാബേജ് തോരൻ. ഓക്കെ അടുത്തത് വയർക്കു പോ പറഞ്ഞോ. ഇങ്ങനെ ആലോചിച്ചോ. ഓറഞ്ച് പുളിഞ്ചി പറയാൻ പറ്റും, ഉപ്പേരിയുടെ പറയാൻ പറ്റുള്ളൂ. ഓല ഓലൻ തേങ്ങന്റെ മുകളിലുള്ള ഓല അതല്ല വേറെ. ആ അതറിയില്ല, അത് കഴിച്ചിട്ടില്ല. വേറെ മത്തി പൊരിച്ചതില്ല. ആ മത്തനുണ്ടായിരുന്ന? ആ അപ്പൊ മത്തൻ 5 എണ്ണം. പിന്നെ കറി എന്തൊക്കെ ഉണ്ടായിരുന്നു? സാമ്പാർ, ആ കേട്. ഇതാണ് ഗൈസ് ഓണപ്പരിപാടി. ഫോട്ടോ എടുത്തു, പൂക്കളിട്ടു, എല്ലാം ഇട്ടു. എന്നിട്ട് പിച്ചടി ലയിച്ചത് നീ ഫസ്റ്റ്. ഇതാണ് അസംബോൾ കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ. ഞങ്ങളുടെ ഇനി വരുന്ന വ്ളോഗുകളുണ്ടാവും. അസംബോൾ നമ്മളെ പുതിയ ഒരു മെമ്പറായിട്ട് ഞങ്ങൾ ചേർത്താൻ പോണ്. അസംബോൾ ഞങ്ങൾക്ക് വ്ളോഗിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അടുത്ത സർപ്രൈസ് ആയിട്ട് ഇനിയും വീഡിയോ ഉണ്ടാവും. അപ്പോൾ തീർന്നിട്ടില്ല, ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അവിടുന്ന് കാണാം. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നവർ ഇങ്ങോട്ട് വന്ന് കാലിൽ ചുറ്റി. അപ്പം എല്ലാവരും അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തായാലും എന്താവുന്നൊന്നും അറിയില്ല. ലെറ്റ്സ് ഗോ ബഡീസ്.
ഗൈസ് പോയോക്ക ഓക്കെ. കുടിക്കാൻ ജ്യൂസാ ചായ? കുടിക്കാൻ ചായ കാപ്പിയാ? അതാണോ? അറിയോ? അറിയോ അങ്ങനെ? അങ്ങനെ അറിയോ? ആരാണ്? ആരാണ് പറ? ആരാണ് പറ? ഇങ്ങോട്ട് പറയണ ആരാണ് പറ? ആരാണ്? റാഫിക്ക്? ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഓടി നിൽക്കണം കണ്ടപ്പോ. ദിയ എന്തൊക്കെയാണ്? സർപ്രൈസ് ആയാ? നീ നെട്ടിയാ? സർപ്രൈസ് ആയാ? പറ. ഇന്ന് രാവിലെ എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? അപ്പൊ അപ്പൊ ഇത് സക്സസ്ഫുൾ ആയി നമ്മള്. ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കണേ. ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങി നിങ്ങൾ ഇവിടെ നിങ്ങനെ നടന്നു വരികയാണ്. നിങ്ങൾ കണ്ടതൊക്കെ ഓടി ആ ഇജാസിന് ഷൂ ഇല്ല അവിടെ. എന്റെ പേര് പറ. എന്റെ പേര് എന്താണ്? എന്റെ പേര് പറ. എന്റെ പേര് പറ. പേര് പറ. പേര് പറ. ജസ്കെ. അതാണ് എന്റെ പേര് പറഞ്ഞ മുട്ടായി ഉണ്ട്. എന്റെ പേര് പറഞ്ഞ ചോക്ലേറ്റ് ഉണ്ട്. ആര്? ജാഷിക്ക അല്ല ജംഷിക്ക. ആരാണ്? മുട്ടായി വേണോ? എന്നാ ജംഷിക്ക പറ. മുട്ടായി വേണമെങ്കിൽ ജംഷിക്ക വേണം. ഏത്? ചായ കോഫി പറഞ്ഞപ്പോ ഷിമാൻഡി നെട്ടിക്കുക. പറ ഇതാരൊക്കെ വന്നിക്കണ്? അവൾക്കറിയാം അവളെ. നിന്റെ മുട്ടായി പോയിട്ടാ. നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ പേര് പറഞ്ഞോ അല്ലെങ്കിൽ മുട്ടായി കിട്ടില്ല. ആ സെയിം ഫ്ലൈറ്റ് തന്നെ രാവിലെ വന്നിറങ്ങിയത്. കോയമ്പത്തൂര്. അല്ല എളുപ്പപ്പോ പണി നടക്കണ്ട പറഞ്ഞു. രാത്രി കണ്ട രാവിലെ എത്തിയത് 6:30 ആവുമ്പോൾ എത്തിയത്. സെയിം പോയി വായ ഒന്ന് കടന്നേറ്റിട്ട് നിങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പിന്നെയും എപ്പോ
ഞാൻ സൗണ്ട് ഫസ്റ്റ് ഓടി. അല്ല, ഞാൻ പോയി, ഉമ്മ നിസ്കരിക്കുകയാണ്. ഇക്ക വന്നിട്ട് റൂമിലിരുന്ന് എന്നിട്ട് ഇക്ക വാതിൽ വന്നിരുന്ന് ഞങ്ങൾ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ സോഫയിലിരുന്നു. എന്നിട്ട് ഇക്ക ഉമ്മാനെ വിളിച്ചിട്ട് പോയി ഉമ്മ തട്ടിട്ടോ ഞങ്ങൾ സോഫയിലിരിക്കുകയാണ്. അപ്പൊ ഉള്ളി തന്നെ പുറത്തല്ല ഉള്ളി ഇവിടെ വന്നപ്പോ മാത്രം നിൽത്താതെ പിടിച്ചു പോയത്. നിൽത്താതെ കറക്റ്റായിട്ട് വാതിൽ അടിക്കാൻ പോകുന്നത് ഇജാസാണ് കൊളാക്കിയത്. ഞാൻ വരുമ്പോ രണ്ട് തല കാണും. ആരെ ഗസ്റ്റോ നോക്കുമ്പോഴാണ് ഞങ്ങളാണ് ഇങ്ങനെ ഇറങ്ങി എല്ലാം പറഞ്ഞു അങ്ങോട്ട് അവള് കണ്ട് ഞങ്ങൾ ഓടി. ഐസി ഫസ്റ്റ് വന്നപ്പോ ഓടി ഐസി ഫസ്റ്റ് കയറി വന്ന് വാതിൽ ഉറപ്പല്ലേ എപ്പോഴും വാങ്ങി പറഞ്ഞത്. അല്ല നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും കേറിയിട്ടുണ്ടാവും. പിന്നെ ഡോർ തുറക്കണത് അറിയില്ലല്ലോ. സംസാരിച്ചിട്ട് കയറി വരുമല്ലോ. ഐസിയും ബാഗ് കയറി വരും, ഹസിയും കയറി വരും. മണിയൊന്നും അടിക്കില്ല. അങ്ങനെ ഒരു കള്ളച്ചിരി. മിഠായി പറഞ്ഞാൽ ഓടി വരും. എന്റെ പേര് പറ. പേര് പറ. പേരൊക്കെ അറിയില്ലേ? ജംഷിക്കാക്ക. ഈ കാക്കാന്റെ പേരെന്താണ്? ഈ കാക്കാന്റെ പേരെന്താണ്? മാത്രം അറിയായിരിക്കും. ഈ കാക്കാന്റെ പേരെന്താണ്? ഈ കാക്കാന്റെ പറയടാ. ഉരുളക്കിഴങ്ങ് ഒഴുകിണ്ട നീ. രസക്കാണ് ഇപ്പൊ എല്ലാം മുട്ടായി പോവുക. വേഗം പറഞ്ഞോ. ജസ്കാക്കടുത്ത് ഒരു ഹായ് പറഞ്ഞോ. അപ്പൊ എന്നിട്ട് നീ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു? 2 വാക്ക് പറഞ്ഞു. എവിടെ നിനക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ജിയന്റെ ഇവളുടെ കഴിഞ്ഞതാ. ഇന്നലത്തെ ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ടോ അല്ല, ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു പറ. എന്തൊക്കെ കഴിച്ചു നീ? സദ്യ, പായസം, ഐസ്ക്രീം, കേക്ക്. സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പേരറിയില്ല. അപ്പൊ ലിയത്താത്തൊക്കെ കൈമാറല്ലേ? നീ എസ്എന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഓണ പരിപാടിയൊക്കെ? നിങ്ങൾ പിടിച്ചോ? ഓണ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിൽ ഓണ പരിപാടി ഉണ്ടായിരുന്നോ? സ്കൂളിലത്തെ ഓണപരിപാടി കൊള്ളൂല. അപ്പൊ വീട്ടിലാണ് നല്ലത്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ ഞാൻ തിന്നാറില്ല. അപ്പൊ എന്തായിരുന്നു? ബിരിയാണിയോ? ചോറ് സാമ്പാർ മാത്രം തിന്നുള്ളൂ. ഉപ്പേരികളുടെ പേരറിയോ? അവിയലും മാത്രമേ അറിയുള്ളൂ. എത്ര ഇവള് എല്ലാത്തിനും ഉത്തരം പഠിച്ചിരിക്കണം. അവിയൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇന്നലെ. അവിയൽ കഴിച്ചിട്ടില്ല, ഇഷ്ടമല്ല. പച്ചക്കറി ഇഷ്ടമല്ല? ചിക്കൻ, ഓൺലി ചിക്കൻ. ചിക്കനിൽ എന്തൊക്കെ ഇഷ്ടമാണ്? എന്തൊക്കെ കറികളാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം? പറയും. അപ്പൊ സദ്യ നിനക്ക് ചിക്കൻ ആക്കിയാലോ എന്നുള്ള ഇതുണ്ടോ? നമുക്ക് മന്ത്രിന്റെ അടുത്ത് പറഞ്ഞാലോ? ഓണസദ്യ നമുക്ക് അങ്ങനെ ആക്കണ്ട. സ്കൂളില് ഇല്ലേ? ഒരു പരിപാടി ഇല്ല. അപ്പൊ നിങ്ങളുടെ സ്കൂൾ പോരടി. സ്കൂൾ മാറിക്കോ. ഇപ്പൊ 10ാം ക്ലാസ്സിലടക്കം ഓണസദ്യ ഉള്ള കാലത്ത് നിങ്ങളുടെ അവിടെ ഒന്നുമില്ല.
ഇത്ര കപ്പ് പായസം അതിൽ ഇത്ര ഉണ്ടാവും. കാണിക്കമാതക്കാർ നാളെ അത് കാണും. നാളെ നിന്റെ വീട്ടിൽ ഒരു വലിയൊരു പേപ്പർ വരും, ഈ ഒപ്പിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്കൂളുകാർ പോരാന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കാണൂര്. അപ്പൊ നിന്റെ കാണിക്കമാതക്കാരനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? പറ, അടുത്ത കൊല്ലം ഓണപ്പരിപാടി നിനക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത്? ഒരു സദ്യയൊക്കെ വെച്ചാ കൊള്ളാം. സദ്യ പിന്നെ കാണിക്കമാതക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണുകേട്ടാ. പിന്നെ വേറെ എന്തൊക്കെ വേണം? പരിപാടികളൊക്കെ കുറച്ച് കൂട്ടണം. ഒരു ഹെലികോപ്റ്റർ, ഒരു ആന, അത് സിംഗാരി വേണം, അങ്ങനത്തെ ഒക്കെ വേണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആര് 3 ഗസ്റ്റ് വന്നിട്ട് ഒരേ പ്രസംഗം. എന്തിനെ കുറിച്ചിട്ട്? അധ്യാപക ദിനം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു 3 പരിപാടി വന്നിച്ചു. പിന്നെ കൊണ്ട് അവിടെ തറയിൽ ഇരുത്തിയിട്ട് അവര് പ്രസംഗിച്ചിട്ട് ഓണം പരിപാടി ഞങ്ങള് ഇങ്ങനെ പോയി. എപ്പോഴാണ് സ്കൂൾ തുറക്കണത്? അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച അറിയില്ല. നിനക്ക് ഉപ്പേരികളുടെ പേരറിയോ? 5 ഉപ്പേരികളുടെ പേര് പറയാൻ പറ്റുമോ? ഇതിലൊരു വെറൈറ്റി ഉപ്പേരി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അസമോളുടെ വെറൈറ്റി ഉപ്പേരി ഉണ്ട് ഇതില്, വയറിലാകുമ്പോൾ ഉപ്പേരി അല്ലേ? എന്താണ്? അതാ അവള് കറക്റ്റായി പറഞ്ഞോട്ടാ. ബീട്രൂട്ട് കൊണ്ട് എന്തോണ്ടല്ലോ, ബീട്രൂട്ട് പച്ചടി, അവിയല്, തോരൻ, ഓലൻ. 5 എണ്ണായി. ഇവള് പഠിച്ചുട്ടാ. അസ നിന്നെ വെട്ടി, ഇവള് നിന്നെ വെട്ടി, അസനെ വെട്ടി. അസ എന്താന്ന് പറയാ പറഞ്ഞത്? എന്താണ്? പൈനാപ്പിൾ പിച്ചടിന്ന്. അപ്പോ ലിയോക്ക് സദ്യനെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്, പക്ഷെ കഴിക്കില്ലാന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിങ് അവസാനിപ്പിക്കുകയാണ്. അല്ല, ഇനി കുറച്ച് ഒരു സർപ്രൈസും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഇതും കൂടി വരും. അപ്പോൾ ഇന്നത്തെ പോലത്തെ ഇത് ഇവിടെ തീർന്നു. സംഭാഷണങ്ങളാണ് കൊണ്ടിരിക്കുന്നത്. വ്യത്യാസങ്ങളുടെ അതിഗരം കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒന്ന് കാണും. വ്യത്യാസങ്ങൾ ഉള്ളിൽ പോയി വാ, ഉള്ളിൽ പോയോ? മക്കളെ നിങ്ങളെ റിയാസംഘ
കാക്കറിയോ അപ്പൊ നിങ്ങൾ ഒന്നിച്ചല്ലേ വന്നേ? അല്ലല്ല ഞങ്ങൾ ഇന്നലെ ഇപ്പോഴാ? ഇപ്പൊ ഒരുമിച്ച്. നിങ്ങളപ്പോ ഇന്ന് വന്നോ? ആ രാവിലെ ഇന്നലെ രാത്രി രാവിലെ ഇന്ന് രാവിലെ രാവിലെ വിളിക്കാൻ പോയി. ഞാനിപ്പോ രാവിലെ ഒരു ദിവസം എനിക്ക് ഒരു മാസം ഞാൻ 2 ദിവസത്തിന് പോകും അടുത്ത വർക്കിനനുസരിച്ചിട്ട്. ഞാൻ പറയുന്നുണ്ട് എന്തിനാ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ ഇപ്പോൾ മാറ്റാനും പറ്റില്ല പറയാനും പറ്റില്ലല്ലോ. ഞാൻ അതാണ് മെയിൻ പോയിട്ടുണ്ടായിരുന്നത് ഓണം ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കംപ്ലീറ്റ് ഫാമിലി ട്രിപ്പ് ഇത് സർപ്രൈസ് ബ്ലോഗ് മാത്രമാണ്. അല്ല ഞങ്ങള് ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞിരുന്നതാ. സർപ്രൈസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ അവര് കയറി വരുന്നു അക്ഷരങ്ങൾ വരും. അങ്ങനെ അവര് സർപ്രൈസ് ആയ നേരെ ഇങ്ങോട്ട് എല്ലാം സക്സസ്ഫുൾ ആയി ഗൈസ്. അപ്പൊ കംപ്ലീറ്റ് ഈ വ്ളോഗ് എല്ലാരും ഫുൾ ആയി കാണാം. കംപ്ലീറ്റ് ഫാമിലി വ്ളോഗ് മാത്രമാണ് സർപ്രൈസ് നോക്കാനില്ലേ? ഇത് കംപ്ലീറ്റ് സർപ്രൈസ് മാത്രം. ജസാ ആ അച്ഛനാണെങ്കിൽ മേക്കപ്പ് അല്ല നേരത്തെ പറഞ്ഞാൽ പെട്ടിണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു ഇമ്മാന്റെ അടുത്ത് ഇപ്പൊ രാവിലെ വന്നപ്പോഴേ ഇമ്മ എന്താ പറയണത്, ഇമ്മ ഉറക്കത്തിന് 6 മണിക്ക് തണുപ്പിച്ചിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് വന്നാൽ മതിയെന്ന്. അപ്പൊ ഇപ്പൊ ആരാണ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വ്ളോഗ്? ഇപ്പൊ നേരെ വാതിൽ തുറന്നിട്ട് പുറത്ത് പോയി. ഞാൻ പറഞ്ഞു പുറത്തല്ല ഉള്ളില്. ഫസ്റ്റ് അംശം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പണി കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞു വ്ളോഗ് അവസാനിപ്പിച്ചു. ഫാമിലി വ്ളോഗ് എല്ലാവരും ഫുള്ളായി കാണാം. സർപ്രൈസ് വ്ളോഗ് ആണ് മൊത്തത്തിൽ കംപ്ലീറ്റ് ഫാമിലിക്ക് വരണം. ഈ വ്ളോഗ് ഫുള്ളായി കാണാം. അപ്പൊ ഇതേപോലത്തെ ഫാമിലി വ്ളോഗ്സ് ഇനി വരും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം.